ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുള്ള പ്രതിഷേധ പരമ്പരയാണ് പാർലമെന്റിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും നടത്തുന്നത്. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികമായതിനാൽ ഭരണഘടന തന്നെയാണ് പാർലമെന്റിൽ കോൺഗ്രസിന്റെ പ്രധാന വിഷയം. വെള്ളി, ശനി ദിവസങ്ങളിൽ ലോക്സഭയിലും ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിലും ചർച്ചയ്ക്ക് തുടക്കമിടും. ശനിയാഴ്ച വൈകിട്ട് ലോക്സഭയിലെ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മോദി മറുപടി നൽകും. വയനാട് നിന്നും ലോക്സഭയിലെത്തിയ പ്രിയങ്ക ഗാന്ധി തന്നെയാകും ഭരണഘടനാ സംവാദത്തിൽ പ്രധാനിയാവുക. പ്രതിപക്ഷത്ത് നിന്ന് പ്രിയങ്കയാകും ചർച്ച ആരംഭിക്കുക എന്നാണ് കോൺഗ്രസ് നൽകുന്ന സൂചന. പാർലമെന്റിലെ കന്നിപ്രസംഗത്തിൽ തന്നെ ഭരണഘടന ആയുധമാക്കിയാകും BJPക്കെതിരെ പ്രിയങ്ക ആഞ്ഞടിക്കുക. മോദി സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചവിട്ടിമെതിക്കുന്നുവെന്നും ഭരണഘടനയുടെ ആത്മാവിനെ അട്ടിമറിക്കുന്നുവെന്നുമാണ് കോൺഗ്രസ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള പ്രചരണമാണ് NDAയുടെ കുതിപ്പ് തടയാൻ കഴിഞ്ഞതെന്നുള്ള ഉറച്ച വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 400 സീറ്റ് NDAക്ക് ലഭിച്ചാൽ അത് വലിയ അപകടമാകുമെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ഫലം ചെയ്തുവെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയാണ് പാർലമെന്റിലും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. അദാനിക്കെതിരായ US കുറ്റാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ BJP ഇരുസഭകളും നടത്താതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നതായി പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചിരുന്നു. ഈ ശീതകാല സമ്മേളനത്തിൽ മിക്ക ദിവസങ്ങളിലും വാദപ്രതിവാദങ്ങളിൽ മാത്രം ഊന്നിയതിനാൽ കഴിഞ്ഞയാഴ്ച പാർലമെന്റ് ചൊവ്വ, ബുധൻ എന്നിങ്ങനെ 2 ദിവസം മാത്രമേ ശരിയായി പ്രവർത്തിച്ചിരുന്നുള്ളൂ. തിങ്കളാഴ്ച മുതൽ ഭരണകക്ഷിയായ BJP MPമാർ US ഹെഡ്ജ് ഫണ്ട് വ്യവസായി ജോർജ് സോറോസും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ദേശസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചു വരികയാണ്. സഭ പ്രവർത്തിക്കുന്നില്ല എന്നും സർക്കാർ മനഃപൂർവ്വം സഭ നടത്തുന്നില്ല എന്നും അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുമാണ് പ്രിയങ്ക ഗാന്ധി 2 ദിവസം മുൻപ് തുറന്നടിച്ചത്. ഇത് അവരുടെ തന്ത്രമാണ്. അദാനിയെക്കുറിച്ചുള്ള ചർച്ചയെ അവർ ഭയപ്പെടുന്നു. ഞാൻ പാർലമെന്റിൽ പുതിയ ആളാണ്. ഈ സമ്മേളനം ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. ഈ ദിവസം അത്രയും പ്രധാനമന്ത്രി ഇവിടെ വരാത്തത് വിചിത്രമാണെന്നായിരുന്നു പ്രിയങ്കയുടെ വാദം. പ്രതിപക്ഷ ഉപനേതാവും കോൺഗ്രസ് MPയുമായ ഗൗരവ് ഗൊഗോയിയും ഇതേ ആരോപണം ഉന്നയിച്ചു. അവർ സഭയിൽ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ നടത്തിപ്പിൽ സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടും സഭ പ്രവർത്തിപ്പിക്കാൻ BJPക്ക് താല്പര്യമില്ലെന്ന് വളരെ വ്യക്തമാണെന്നാണ് കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞത്. ചർച്ച ഒഴിവാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ന് അവിടെയുള്ളതിനാൽ അവർ സെഷൻ എഴുതിത്തള്ളാൻ തീരുമാനിച്ചതായി വളരെ വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. പ്രതിപക്ഷ എതിർപ്പിൽ നിന്ന് സഭ നിർത്തിവെക്കാനുള്ള ഒരു പ്രകോപനവും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ കുറിച്ച് ലോക്സഭാ യോഗം ചേർന്നയുടൻ സ്പീക്കർ ഓം ബിർള സംസാരിച്ചു. സഭയ്ക്ക് അതിൻ്റെതായ ബഹുമാനവും ഉയർന്ന നിലവാരവും അന്തസ്സുമുണ്ടെന്നും ഇവ താഴ്ത്താൻ ആരും ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.